ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു ഐഫോൺ എക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണ് കസ്റ്റമർ തന്നെ സ്വന്തമായിട്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് ഇതിൻ്റെ കണക്ടറെല്ലാം ഊരി അത് കണക്ടർ ഇതിൽ നിന്ന് എന്ത് ചെയ്തു പറഞ്ഞ് പോന്ന് ടച്ച് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്കെല്ലാം കാണാമെങ്കിലും ഇതിൻ്റെ ടച്ച് വർക്കിംഗ് അല്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ലോക്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ടച്ച് അത്ര തന്നെ ടച്ചിൻ്റെ കണക്ടറൊക്കെ ഇതിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കണക്ടർ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ്ലി അവിടുന്ന് ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഫോണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാണ്ട് അത് സ്വന്തമായിട്ട് എനിക്കിത് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാണ്ട് റിപ്പയർ ചെയ്താൽ കിട്ടുന്ന ഓരോ പണികളാണിത്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു പണിയാണിത്. ഐഫോൺ എക്സ് ആണ്. അപ്പോൾ പുറത്ത് ഷോപ്പിൽ കൊടുക്കാൻ മടിയുള്ള ആളുകൾ, അത്ര ആളുകളൊക്കെയാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നുള്ളത് ഇനി ഞാൻ മൈക്രോസ്കോപ്പിലൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കണക്ഷൻസ് ബ്രേക്ക് ആയിട്ടുണ്ട്, ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ അതിലേക്ക് പോവാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ടർ. ഡിസ്പ്ലേ കണക്ടർ പോന്നിട്ട് ബോർഡിൽ ബാക്കി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കമ്പോണൻസും മിസ്സിങ് ഉണ്ടായിരുന്നു, കുറച്ച് ഫിൽറ്റർ കമ്പോണൻസുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് പകരം അവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതായത് മൈക്രോ സോൾഡറിങ് ഉപയോഗിച്ച് ജമ്പർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പോണൻസിന് പകരം നമുക്ക് ജമ്പർ ചെയ്താലും അത് വർക്ക് ചെയ്യും. ഇവിടെ താഴെ ഒന്ന് പോയിട്ടുണ്ട്, മുകളിൽ ആണെങ്കിലും ഒരു 3-4 പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ആ ബോർഡിൽ കണക്ടറിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പോയ കണക്ഷൻസൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം, അവിടെ പുതിയ കണക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രിൻറ്റുകൾ നന്നാക്കി എടുക്കണം. നമ്മൾ ജമ്പർ വയർ യൂസ് ചെയ്ത്, മൈക്രോസ്കോപ്പിൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്ത് വർക്ക് ചെയ്യോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് കണ്ടു നോക്കുക.
പുതിയ കണക്ടർ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വേറൊരു കണക്ടർ സെറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ആ കണക്ഷൻസൊക്കെ നമ്മൾ പുതിയത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ആ കണക്ഷൻ ഇട്ട് UV ഗ്ലൂ ഒക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു എല്ലാം പെർഫെക്റ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് ഈ ഫോണ് അതിൻ്റെ ടച്ച് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് പവർ സപ്ലൈ മീറ്ററിൽ നിന്ന് പവർ കൊടുത്ത് നമ്മൾ ഓണാക്കുകയാണ്. ഓണാക്കിയിട്ട് എന്താണ് കണ്ടീഷൻ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു ഡാമേജ് വന്നിട്ടില്ല. എന്നാലും അതൊരു ഡാമേജ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പൊന്നും ഇല്ലാത്തൊരു ഷോപ്പിലൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം സ്വന്തമായിട്ട് മാക്സിമം ഫോണുകളിൽ നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്യുപ്മെൻ്റാണ് ഫോണെന്ന് പറയുന്നത്. ഇതിലൊന്നും നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ ഡാമേജ് വന്നെന്ന് വരും. അപ്പോൾ ഫോണിപ്പോൾ എന്താകുന്നുണ്ട്, ഓണാവുന്നുണ്ട്. നമുക്ക് പവർ സപ്ലൈ മീറ്ററിൽ ആംബിയർ എടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് വേറൊരു ഡിസ്പ്ലേ ആണ്, പൊട്ടിയ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ കൂടെ തന്നെ കസ്റ്റമർ തന്നതാണ്. ഈ ഒരു ഡിസ്പ്ലേ ആണ് അവർ റിമൂവ് ചെയ്ത്, ഇത് പൊട്ടിയത് കാരണം ഇത് റിമൂവ് ചെയ്ത് വേറെ ഡിസ്പ്ലേ ഇടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൊട്ടിയ ഡിസ്പ്ലേ നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ കണ്ടല്ലോ. അപ്പോൾ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഇവിടെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മൊബൈൽ റിപ്പയറിംഗ് കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ സ്ഥാപനം കോട്ടക്കൽ ഗ്ലോബസ് മൊബൈൽ ഫോൺ ടെക്നിക്കൽ അക്കാദമിയാണ്. അപ്പോൾ അവിടെ വന്ന് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അഡ്വാൻസ്ഡ് ലെവലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് നോർമൽ കോഴ്സുകളും ചെയ്യാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ താഴെ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.